ദുബായ് എയർ ഷോയ്ക്കിടെ ഇന്ത്യയുടെ തേജസ് പോർ വിമാനം തകർന്നു വീണു. പൈലറ്റിന്റെ നില അതീവ ഗുരുതരമാണ്. അപർണ കാർത്തിക നമുക്കൊപ്പം ചേരുന്നു. അപർണ കാർത്തിക, ഇന്ത്യയുടെ യുദ്ധവിമാന ശ്രേണിയിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ളതാണ് തേജസ്. എങ്ങനെയാണ് തേജസ് ദുബായ് എയർ ഷോയ്ക്കിടെ തകർന്ന് നിലം പതിച്ചത്? സുജിയ, അപകടത്തിന്റെ കാരണം എന്താണ് എന്ന ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എയർ ഷോ നടക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് വലിയ തോതിൽ കറുത്ത പുക ഉയരുന്നത് കണ്ടാണ് ആ ഭാഗത്തേക്ക് നോക്കിയപ്പോഴാണ് അത് വിമാനം ക്രാഷ് ആയതാണ് എന്ന് തന്നെ സ്ഥിരീകരിച്ചത്. എന്തായാലും അപകടത്തിന്റെ കാരണം, എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. പൈലറ്റ് അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. വളരെ ബുദ്ധിമുട്ടിയാണ് പൈലറ്റിനെ പുറത്തേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എയർ ഷോയെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് ആഘാതങ്ങളൊന്നും തന്നെ ഇതുകൊണ്ടില്ല. കാരണം എയർ ഷോ നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു ബാരിക്കേഡിന് അപ്പുറത്ത് വെച്ചാണ് പ്രദർശനം ഉണ്ടായിരുന്നത്. അതിനപ്പുറത്ത് വെച്ചാണ് വിമാനത്തിന് തീപിടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. തകർന്നതിന് ശേഷം തീപിടിച്ചതാണോ, തീപിടുത്തത്തിൽ തകർന്നതാണോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. മറ്റ് അപകടങ്ങളൊന്നുമില്ല എന്നാണ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആളുകൾ കൂടുതലുള്ള സ്ഥലമായതും മറ്റ് അതിന് കൃത്യമായ ബാരിക്കേഡുകൾ കെട്ടി അത് വേർതിരിച്ച സ്ഥലത്താണ് അപകടമുണ്ടായത് എന്നുള്ളത് കൊണ്ടും മറ്റ് അപകടങ്ങളില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. പക്ഷേ പൈലറ്റ് ഏത് നാട്ടുകാരനാണ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരിച്ച വിവരങ്ങളില്ല. ഈ കാര്യം അല്പസമയത്തിനകം തന്നെ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആഘാതത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. വലിയ കറുത്ത നിറത്തിലുള്ള പുകഴ്ചലുകൾ വലിയ തോതിൽ തന്നെ ഉയർന്ന് പോകുന്നുണ്ട്. അതിനകത്താണ് പൈലറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ സങ്കീർണമാണ് എന്ന് തന്നെയാണ് അറിയിക്കാൻ കഴിയുന്നത്. ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ദുബായിൽ നടക്കുന്ന എയർ ഷോയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പോർ വിമാനമാണ് തേജസ്. അതായത് ക്ലാസ് 1 കാറ്റഗറിയിൽ വരുന്ന പോർ വിമാനങ്ങളിൽ പെടുന്നതാണ് തേജസ്. അതിൽ തന്നെ വരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ വിമാനമാണ്, ഈ സീരീസിൽ പെടുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് കമ്പനിയോ അല്ലെങ്കിൽ തന്നെ വ്യോമയാന മന്ത്രാലയമോ ഉൾപ്പെടെയുള്ളവർ പറയേണ്ടതുണ്ട്. ആ കാര്യത്തിലുള്ള സ്ഥിരീകരണം അല്പസമയത്തിനകം തന്നെ വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് പൈലറ്റിൻ്റെ നില അതീവ ഗുരുതരമാണ്. വിമാനം ഏറെക്കുറെ പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സുജയ, 3:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ 7 വ്യോമാഭ്യാസത്തിനിടെ തകർന്ന് പൂർണ്ണമായും കത്തിപ്പോവുകയായിരുന്നു. എന്താണ് ആ അപകടത്തിൽ നിന്ന്, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ബോധ്യമാകുന്നത്? താഴേക്ക് പതിക്കുന്നു, പിന്നീട് പുകച്ചുരുളുകളാണ് നമ്മൾ കാണുന്നത്. അതേ സുജയ, വ്യോമാഭ്യാസ പ്രകടനം നടക്കുകയായിരുന്നു. ഈ വ്യോമാഭ്യാസ പ്രകടനത്തിനിടയിലാണ് അപകടമുണ്ടായത്. തകർന്നു വീഴുകയാണ് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അതായത് തീപിടിച്ചതല്ല, തകർന്നു വീണതിന് ശേഷം വിമാനത്തിനകത്ത് നിന്ന് പുക ഉയരുകയാണ്, തീ ഉയരുകയാണ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള സാങ്കേതിക സംവിധാനങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷേ അത് തീ പടരുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിലേക്കോ നയിക്കാതിരുന്നതിൻ്റെ കാരണവും അത് തന്നെ ആയിരിക്കാം. എന്തായാലും വിമാനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണതിന് ശേഷമാണ് തീ പിടിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിലൊരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പൈലറ്റിൻ്റെ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും വ്യോമാഭ്യാസ പ്രകടനം ദിവസങ്ങളായി തുടരുന്ന ഒരു അഭ്യാസ പ്രകടനമാണ്. അതിനിടയിലാണ് ഇന്ത്യയുടെ തേജസ് എന്ന് പറയുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ തേജസ് യുദ്ധവിമാനത്തിന് തീ പിടിച്ചത്, അല്ലെങ്കിൽ വിമാനം തകർന്നു വീണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യോമാഭ്യാസ പ്രകടനത്തിനിടെയാണ് തകർന്നു വീണത് എന്ന് തന്നെയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ യുദ്ധവിമാനമാണ് തേജസ്. ദുബായ് എയർ ഷോയ്ക്കിടെയാണ് അല്പസമയം മുമ്പ്, അതായത് ഇന്ത്യൻ സമയം 2:30 കൂടിയാണ് അപകടമുണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൈലറ്റിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് സ്ഥിരീകരിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നേരത്തെ ഒരു വാർത്തയൊക്കെ വന്നിരുന്നു, ഒരു ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ടൊക്കെ. എന്നാൽ അധികൃതർ അതൊക്കെ തള്ളിക്കളയുകയായിരുന്നു. ഇതിപ്പോൾ ഈ വിമാനം തലകുത്തനെ വരുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. ആ വിമാനം വരുന്നു, യുദ്ധവിമാനമാണ്. യുദ്ധവിമാനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടത് താഴേക്ക് വന്ന് വീഴുകയാണ്. സുജിയ സൂചിപ്പിച്ചതുപോലെ എണ്ണ ചോർച്ച സംബന്ധിച്ച് നേരത്തെയും ചില അഭ്യൂഹങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇത് വ്യോമയാന മന്ത്രാലയവും അതുപോലെ തന്നെ എണ്ണ ചോർച്ച ഉണ്ട് എന്നുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വന്ന പ്രചാരണങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു സാധ്യത യുദ്ധവിമാനത്തിൻ്റെ കാര്യത്തിൽ വരാനുള്ള സാധ്യതയേ ഇല്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ നിലവിലില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ള കാര്യമാണ് അന്വേഷിച്ച് വരുന്നത്. എന്തായാലും അപകടം നടന്ന അല്പസമയമായിട്ടേ ഉള്ളൂ. ഔദ്യോഗികമായ ഒരു വിശദീകരണം, ഇത് യുദ്ധവിമാനമായതുകൊണ്ട് തന്നെ ഔദ്യോഗിക വിശദീകരണം
ഈ കാര്യത്തിൽ വരേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു സൂചന, വ്യക്തമായ റിപ്പോർട്ട് നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും എണ്ണച്ചോർച്ച ഉണ്ട് എന്നുള്ള ആ തരത്തിൽ വന്നിരുന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതുകൊണ്ട് അതായിരിക്കില്ല അപകടത്തിന് സാധ്യത, അപകടത്തിൻ്റെ കാരണം എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിഗമനം. മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ? സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു അപകടമാണോ? എയർ ഷോക്കിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇത്തരത്തിൽ കത്തിയമർന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താറില്ല എന്നുള്ളത് മാത്രമാണുള്ളത്. വിമാനം പൂർണ്ണമായും കത്തിയമർന്നതുകൊണ്ട് തന്നെ അതിൻ്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. വലിയ തോതിലുള്ള പരിശോധനകൾ കൂടി ഇതിൻ്റെ ഭാഗമായി അവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഭ്യാസ പ്രകടനങ്ങൾ, എയർ ഷോയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള അന്വേഷണവും ഇതിൻ്റെ ഭാഗമായി തന്നെ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. സുജയ.